സോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ നമ്മൾ ഇന്ന് മുതൽ ഒരു പുതിയൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഒരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. പ്രീ മാർക്കറ്റ് അനാലിസിസ് ആണ്. ഓക്കെ, പ്രീ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്കറ്റ് ലൈവ് സെഷൻ, നമുക്ക് എല്ലാ ദിവസവും ലൈവ് സെഷൻസ് ഉണ്ട്. സോ ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു ഹാഫ് ആൻ അവേഴ്സ് അല്ലെങ്കിൽ 1 hour മുമ്പായിരിക്കും ഞാനത് അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഇപ്പോൾ നമ്മൾ ലൈവ് സെഷൻ ചെയ്യുന്ന സമയത്ത് ഡൗട്ട് ചോദിക്കും, ബ്രോ എന്തായിരിക്കും മാർക്കറ്റ് എങ്ങോട്ട് പോകാനായിരിക്കും സാധ്യത എന്നൊക്കെ ചോദിക്കും. സോ ടു ബി ഓണസ്റ്റ്, എനിക്കും അറിയത്തില്ല മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. നമുക്കെല്ലാം ഒരു പ്രോബബിലിറ്റി വൈസ് മാത്രമേ നമുക്ക് ഇതൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അത് എൻ്റെ പ്രോബിലിറ്റിയും എൻ്റെ ആൻറ്റിസിപ്പേഷനും മാത്രമാണ്, അതല്ലാതെ മാർക്കറ്റ് ഇതുവരെ പോകും, ഇതിവിടെ നിന്ന് കയറിപ്പോ അങ്ങനെയൊന്നുമല്ല. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ പ്രീ മാർക്കറ്റ് അനാലിസിസിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ന്യൂസാണ്. എന്തൊക്കെ ന്യൂസ് ഉണ്ട് അതൊക്കെ നമ്മൾ നോക്കും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് പ്രോബബിൾ ഏരിയ ഓഫ് ഫോർ റിജക്ഷൻ, അതായത് നമ്മളിപ്പോൾ ഒരു സെൽ എടുക്കുവാണ്, ബൈ എടുക്കുവാണെങ്കിൽ ഏതൊക്കെ ഏരിയയിൽ നിന്ന് റിജക്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ ആ ഒരു ദിവസം ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൈസ് പോകാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ കരുതുന്ന, എൻ്റെ മാത്രം പെർസ്പെക്റ്റീവിൽ ഞാൻ കരുതുന്ന ആ ഒരു ആൻറ്റിസിപ്പേഷനും ഞാൻ ലാസ്റ്റ് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പ്രീ മാർക്കറ്റ് അനാലിസിസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യും. ഓക്കെ, കാരണം നമ്മൾ എല്ലാ ദിവസവും പ്രൈസ് ആക്ഷൻ സമ്മറി ബ്രേക്ക് ഡൗൺ എല്ലാ ദിവസവും വൈകിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, സോ നമ്മൾ യൂറോ USD, GBP, AUD, USD CAD, പിന്നെ DXY. ഇപ്പോൾ ഗോൾഡ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ അനാലിസിസിൽ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് യൂറോ USD തന്നെ സ്റ്റാർട്ട് ചെയ്യാം. യൂറോ USD ഇന്നലെ ഈ പറയുന്ന മൂവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ. ഓക്കെ, ഇന്നലത്തെ പ്രൈസ് ആക്ഷൻ സമ്മറി ബ്രേക്ക് ഡൗൺ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഏരിയ ആയിരുന്നു. ഇത് സംഭവിച്ചത് വേറെ ഒന്നുമല്ല, CPI ന്യൂസാണ്. ഇന്നലെ CPI ന്യൂസ് ഉണ്ടായിരുന്നു. സോ അതിനുശേഷം പുഷ് ചെയ്ത് താഴെ വന്നു. അപ്പോൾ പ്രൈസ് ഇപ്പോൾ വീണ്ടും ഈ പറയുന്ന ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ന്യൂസ് നോക്കാം. ന്യൂസ് നോക്കുന്നത് forexfactory.com-ലാണ്. ഓക്കെ, അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്പാണിത്, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആൻഡ് കലണ്ടർ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് 12th ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം. ഓക്കെ, 12:30 എന്തുണ്ട്, GBPക്ക് GDP ന്യൂസ് ഉണ്ട്. GDP മന്ത് ബൈ മന്ത് ന്യൂസ് ഉണ്ട്. സോ 12:30 എന്ന് പറയുന്നത് ലണ്ടൻ സെഷനാണ്. അപ്പോൾ ലണ്ടൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഏകദേശം 12:13 12:30 ഓക്കെ, ഏകദേശം 15 മിനിറ്റേ ഉള്ളൂ GDPയുടെ ന്യൂസ്. സോ നമുക്ക് വേണ്ടത് എന്താണ്, പ്രീവിയസ് എന്ന് പറയുന്നത് -3 ആണ്, ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് 0.2 ആണ്. സോ പോസിറ്റീവ് ഇമ്പാക്റ്റ് വരും എന്നാണ് ഡേറ്റ പറയുന്നത്. അത് ശരിയാണോ ഇല്ലയോ എന്ന് നമുക്ക് കറക്റ്റ് 12:30 മണിക്ക് ആക്ച്വൽ റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. സോ ഇത് നമുക്ക് നമ്മുടെ അനാലിസിസിൽ ഒരു ബൈ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. പിന്നെ 7 മണിക്കാണ് കോർ PPI മന്ത് ബൈ മന്ത് USDയുടെ ന്യൂസാണ്. അത് 7 മണിക്കായതുകൊണ്ട് ന്യൂയോർക്ക് ഓപ്പണിലാണ്. അത് നമുക്കിപ്പോൾ ആവശ്യമില്ല. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, GBPക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കാം, കാരണം GDP ന്യൂസ് ആയതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് നമുക്ക് പറയാം. സോ നമുക്ക് യൂറോ USDയിലോട്ട് വരാം. യൂറോ USD ഈ ഒരു ബ്രേക്ക് എടുത്തു. ഈ ഒരു ബ്രേക്ക് എടുത്തത് നമ്മൾ പറഞ്ഞല്ലേ, NFPയിൽ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഹൈ എടുത്തതിന് ശേഷമാണ് ഈ ഒരു ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ സംഭവിച്ചത്. ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ സംഭവിച്ച എവിടെ വരെ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നൊരു ഏരിയ, അതായത് 24th ഇത് ക്രിയേറ്റ് ചെയ്ത, ഓക്കെ, January 10th ക്രിയേറ്റ് ചെയ്ത ഈ പറയുന്ന ഒരു ഏരിയയിലാണ്. പക്ഷേ അത് ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്ത ഒരു ഏരിയയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അത് ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഒരു ലോയും കൂടി എടുത്തിട്ടാണ് എന്ത് ചെയ്തത്, പ്രൈസ് ജസ്റ്റ് അപ്സൈഡ് പോയത് അല്ലേ. പക്ഷേ ഇത് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഏരിയ, അല്ലെങ്കിൽ പ്രൈസ് തിരിച്ച് വരുമ്പോൾ ഒരു ബൈ ചെയ്യാനുള്ള ഏരിയ ആണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഫോർ ദ ഫാക്ട് ദാറ്റ് ഈ പറയുന്നൊരു ഏരിയ എടുത്തിട്ടുള്ളതുകൊണ്ട് പ്രൈസ് കുറച്ചും കൂടി ഈ പറയുന്നൊരു ഏരിയയിൽ നിന്ന് വീണ്ടും ഒരു പുഷ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ എന്ത് ചെയ്യും, ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ഞാൻ നോക്കും. സോ ഇതിപ്പോൾ ഏഷ്യൻ സെഷനാണ്. ഏഷ്യൻ സെഷൻ നമുക്കറിയാം, ഏഷ്യൻ സെഷൻ്റെ ഹൈയും ഏഷ്യൻ സെഷൻ്റെ ലോ എന്ന് പറയുന്നത് ലിക്വിഡിറ്റിയാണ്. അതിനുശേഷം ഇപ്പോൾ 12:30 പ്രീ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യും, അതായത് പ്രീ ലണ്ടൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാനിപ്പുലേഷൻ വല്ലതും സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കാം. സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലണ്ടൻ സമയത്ത്, അതായത് 1:30 PM ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെല്ല് ചെയ്യാം. അതല്ല പ്രൈസ് കയറി പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എൻട്രി കിട്ടത്തില്ല. സോ അതാണ് ഇന്നത്തെ യൂറോ USDയുടെ എൻ്റെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത്. പിന്നെ GBP നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, GBPയിൽ പറയുന്ന GBP USDന് GBP ന്യൂസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആൻറ്റിസിപ്പേഷനാണ് അല്ലേ, ന്യൂസ് പറയുന്നത് പോസിറ്റീവാണ്. സോ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു സെല്ല് ഇവിടെ നമ്മളിപ്പോൾ തൽക്കാലം എടുക്കുന്നില്ല, കാരണം ഇവിടെ ഒരു ഹൈ ഇപ്പോൾ ഏഷ്യയിൽ തന്നെ എടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മളൊരു എൻട്രി എടുക്കാനുള്ള പോസിബിലിറ്റി കുറവാണ്. കാരണം എന്താണ്, ഫണ്ടമെൻ്റലി GBP പോസിറ്റീവ് ആണെന്നാണ് പറയുന്നത്. കാരണം GDP പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമി പോസിറ്റീവാണ്, GBP എക്കണോമി. അപ്പോൾ നമ്മളിവിടെ പോയിട്ടൊരു സെല്ല് ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ
പക്ഷേ GDP ആൻറ്റിസിപ്പേറ്റ് ചെയ്തതുപോലെ സംഭവിക്കാതെ അതിൻ്റെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു സെല്ല് ചെയ്യും. ഓക്കെ, അത് കുറച്ച് റിസ്ക് ആണ്. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കാരണം ന്യൂസ് വരുമ്പോൾ തന്നെ പ്രൈസ് നല്ല രീതിയിൽ ഫോളോ ആവും, അല്ലെങ്കിൽ നല്ല രീതിയിൽ കയറിപ്പോവും. അപ്പം GBP ഇന്നത്തെ ലണ്ടനിൽ നമുക്ക് പോസിബിലിറ്റീസ് ഇല്ല. ഓക്കെ, കാരണം ഓൾറെഡി നല്ലൊരു ഏരിയ നമുക്കിവിടെ ഉണ്ട്. ഇതാണ് GBPയുടെ എൻ്റെ ഇന്നത്തെ ആൻറ്റിസിപ്പേഷൻ. AUD ഇന്നലെ തൊട്ടേ സൂപ്പറായിരുന്നു. കാരണം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു, ഇത് ഇവിടെ ഒരു ഈക്വൽ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? പ്രൈസ് ഫോൾ ആയത്. പിന്നെ ഇത് റാൻഡം ആയിട്ടുള്ളൊരു ഏരിയ ആണ്, കാരണം ഇവിടെ ലോയും എടുത്തിട്ടില്ല. ഓക്കെ, ലോയും എടുത്തിട്ടില്ല. സോ ഒന്നെങ്കിൽ AUDക്ക് കമ്മിങ് ഡേയ്സിൽ എന്തെങ്കിലും ഹൈ ഇമ്പാക്റ്റ് ന്യൂസ് കാണാം, അല്ലെങ്കിൽ ഈ പറയുന്ന 7 മണിക്കുള്ള USD ന്യൂസ് ഇമ്പാക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ പറയുന്നൊരു ഏരിയ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക? സെല്ല് ചെയ്യുക. അല്ലാതെ ഈ ഒരു ഏരിയ എടുത്തു, അല്ലെങ്കിൽ നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞതുപോലെ ഏഷ്യൻ സെഷൻ കഴിഞ്ഞു, പ്രീ ലണ്ടൻ വന്നു, ലണ്ടനിലൊരു എൻട്രി നോക്കരുത്. കാരണം നമുക്കിവിടെ ഈക്വൽ ഹൈസ് ഉണ്ട്. ഈക്വൽ ഹൈസ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ആണ്. സോ പ്രൈസ് ഒന്നും കൂടി എന്ത് ചെയ്യാം? മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഡൗൺ ന്യൂയോർക്കിൽ വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഓരോ സെഷനിൽ നമ്മൾ ഓരോ പേയേഴ്സിനെ ഫിൽട്ടർ ചെയ്യുന്നത്. മനസ്സിലായി? അപ്പം കമ്പാരിറ്റീവ്ലി ഏതാണ് നല്ലത്? യൂറോ അല്ലേ? കാരണം യൂറോ ഓൾറെഡി ലിക്വിഡിറ്റി എടുത്തു, ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ നടത്തി, തിരിച്ച് നല്ലൊരു ഏരിയയിലാണ്, ഏഷ്യൻ സെഷൻ്റെ അടുത്തുണ്ട്. ഇനി നമുക്കൊരു സെല്ലുണ്ടെങ്കിൽ ഇവിടെ എൻട്രി ചെയ്യാം. പക്ഷേ GBPക്ക് ന്യൂസ് ഉണ്ട്, നമ്മൾ എടുക്കത്തില്ല. AUDക്ക് ഇനിയും ലിക്വിഡിറ്റീസ് എടുക്കാനുണ്ട്, കാരണം പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-15 പിപ്പേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്കൊരു ഹൈ എടുത്തിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അപ്പോൾ ഞാൻ കൺസിഡർ ചെയ്യുന്നത് USD ആണ്. ഇനി നമുക്ക് ഒരാളും കൂടെ ഉണ്ട്, USD CAD ഈ പറയുന്നത് പോലെ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് F4 അല്ല, 30 മിനിറ്റ്സ് കാണിച്ചു. നമ്മൾ സെഷനാണല്ലോ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ഇന്നലെ ന്യൂസ് വന്നു, ഈ പറയുന്ന ഒരു ഏരിയയുടെ ലിക്വിഡിറ്റി എടുത്തു, പ്രൈസ് ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ നടത്തി, വീണ്ടും ഇവിടെ ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ നടത്തി, അപ്സൈഡ് വന്നു, എന്നിട്ട് അവിടെ നിന്ന് ഡയറക്റ്റ്ലി അങ്ങ് ഫോളോ ആയി. ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് അത്യാവശ്യം നല്ലൊരു ഏരിയയിലാണ്. സോ ഇത് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ 30 മിനിറ്റിൽ കാണാൻ പറ്റില്ല, നമുക്ക് 1 അവറിൽ നോക്കാം. 1 അവറിൽ ഒരു അൺമിറ്റിഗേറ്റഡ് ഏരിയ നമുക്ക് കിട്ടും. പ്രൈസ് നിൽക്കുന്നത് അത്യാവശ്യം ഒരു നൈസ് ഒരു ഏരിയയിലാണ്. ഇപ്പോൾ നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ട് എടുക്കുവാണെങ്കിലും നമുക്ക് അത് എടുത്തില്ലെങ്കിൽ തന്നെ നമുക്കറിയാം അല്ലേ, ഡിസ്കൗണ്ടിലാണ് പ്രൈസ് നിൽക്കുന്നത്. സോ ഡിസ്കൗണ്ടിൽ മോസ്റ്റ്ലി നമ്മൾ ബൈ ആണ് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ഞാൻ USD CAD നോക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം, അതായത് 12th ജനുവരിയിൽ എനിക്കുള്ള 2 ട്രേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രേഡ് എടുക്കാൻ പോസിബിലിറ്റി ഉള്ളത് EUയിലും UCയിലുമാണ്. സോ ഇങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഓരോ ദിവസവും ഏതൊക്കെ പേയേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യണം എന്ന് നോക്കുന്നത്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ട്രേഡ് എടുക്കുന്ന സമയത്തായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ 2 പേയേഴ്സിൽ നമ്മൾ കൂടുതൽ ഏതാണോ നല്ലത്. കാരണം ഇപ്പം സപ്പോസ് UCയിൽ അല്ലെങ്കിൽ USD CADൽ ഏഷ്യൻ സെഷൻ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കയറിപ്പോയി, അതായത് ഏഷ്യൻ സെഷൻ ലോ എടുക്കാതെ പ്രൈസ് കയറി പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? ഇവിടെ ബൈ എടുക്കത്തില്ല. അറ്റ് ദ സെയിം ടൈം ഏഷ്യൻ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ ഏതായിരിക്കും എടുക്കുന്നത്? EU ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ് ഞാൻ മെയിൻലി ഫിൽട്ടർ ഔട്ട് ചെയ്യുന്നത്. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ ആൻറ്റിസിപ്പേഷൻ. സോ ഇതുപോലെ ഡെയിലി നമുക്ക് പ്രീ മാർക്കറ്റിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, സോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. സോ താങ്ക് യു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലൈവ് സെഷൻ കാണാം. ഇന്നത്തെ ലൈവ് സെഷൻ അറൗണ്ട് ഒരു 1 മണിക്കായിരിക്കും, 1 PM ആയിരിക്കും. കാരണം അപ്പോഴാണ് 1:30ക്കാണ് നമ്മുടെ ലണ്ടൻ ഓപ്പൺ. ഓക്കെ, സോ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പോൾ നമുക്ക് നാളെ ഇല്ല, അടുത്തൊരു ദിവസം മൺഡേ നമുക്ക് അടുത്ത പ്രീ മാർക്കറ്റ് സെഷനുമായിട്ട് കാണാം. സോ ടിൽ ദെൻ ബൈ.